ഹലോ, ലെച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ സേമിയ വെച്ചിട്ടൊരു കുനാഫ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപ്മാവിൻ്റെ സേമിയാണ്, ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൈവച്ച് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മെൽട്ടായി വരട്ടെ. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, ഇതുവരെ കഴിച്ചിട്ടുമില്ല. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇതൊന്ന് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി സേമിയ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. വറുത്ത സേമിയ ആണെങ്കിലും ഒന്ന് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരുന്നത് വരെ. അപ്പോൾ ഇതാ ഞാനിവിടെ സേമിയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒരുപാട് കുറുകി അങ്ങനെയൊന്നും വരണ്ട കേട്ടോ. അത് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് കട്ടിയായി മതി. ഒരുപാട് കട്ടിയൊന്നും ആയി വരണ്ട. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മൾ വാങ്ങാറാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ഒന്ന് ഒടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇരുന്ന് കട്ടയായി പോവും. അപ്പോൾ അതാ നമ്മുടെ സിറപ്പൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ അളവ് മാത്രം എൻ്റെ ഒന്ന് തെറ്റിപ്പോയി കേട്ടോ. ഒരു 2 സ്പൂണ് പാൽപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. പൊടികൾ എടുത്തതിൻ്റെ കൂടുതൽ കൊണ്ടാണോ പാലിൻ്റെ കുറവ് കൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ ക്രീം അങ്ങോട്ട് കറക്റ്റായി വന്നില്ല. നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കട്ടയായി കിടക്കും. അതൊക്കെ വേണമെന്ന് കലക്കി കൊടുത്ത ശേഷം ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് പാൽ കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് കുറുകി വരും. ഇനി ഇതിലേക്ക് ഒരു 2-3 സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിയില്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടയായി വരും കേട്ടോ. ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, പിന്നെ ഞാൻ ഇളക്കുമ്പോഴേക്കും അത് പെട്ടെന്നൊന്ന് കട്ടയായി വന്നു. എൻ്റെ ഒരു വല്ലാതെ ഇത്ര കട്ടയാവാൻ പാടില്ലായിരുന്നു. കണ്ടോ, കുറച്ച് ക്രീമി ആയിട്ടായിരുന്നു വേണ്ടത്. എൻ്റെ വല്ലാതെ അങ്ങോട്ട് കട്ടയായിപ്പോയി. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ അത് ഇനി കുനാഫയ്ക്കുള്ള പാത്രം എടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ തവിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ ദോശക്കല്ല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് അതിൽ നിന്ന് സേമിയ എടുത്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഞാൻ ഇട്ടതിൽ എന്തൊക്കെയോ കൂടിപ്പോയിട്ടുണ്ട്. ബട്ടറും കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. കറക്റ്റ് ആ ഇതിലൊന്നും എനിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അത് കറക്റ്റ് അങ്ങോട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അടിഭാഗം നമ്മൾ കറക്റ്റായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടോ, ക്രീം കുറച്ച് ക്രീമി ആയിട്ട് ഇരിക്കണമായിരുന്നു. അപ്പോഴാണ് അത് കറക്റ്റ് അതിലേക്ക് തേച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് തേച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊരു കട്ടയായിട്ട് അവിടെ ഇരുന്ന് പോയി. അതുകൊണ്ട് എൻ്റെ കുനാവയുടെ ഷേപ്പേ മാറിപ്പോയി. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള സേമിയ കൂടി വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ബാക്കിയുള്ള സേമിയ കിട്ടിയ ഷേപ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോഴാണ് നമുക്കിത് മറിച്ചിട്ടൊക്കെ വേവിക്കുമ്പോൾ കറക്റ്റായി കിട്ടുള്ളൂ. കണ്ടോ, ഞാൻ ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ചൂടായി വരുമ്പോൾ നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് മറിച്ചിട്ട് മറ്റേ സൈഡ് ചൂടാക്കാൻ വെക്കണം കേട്ടോ. കണ്ടോ, ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്കിത് ആ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മുടെ കുനാഫയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ആ ക്രീം അങ്ങോട്ട് തേക്കാൻ പറ്റാത്ത കാരണം കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്നുണ്ട്. എന്നാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്നും കൂടി ചൂടാക്കിയ ശേഷം ചൂടോടെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. കണ്ടോ,
നന്നായിട്ട് ചൂടോടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ കറക്റ്റ് അതിൽ ഒട്ടി കിട്ടിയില്ല. അത് ആ ക്രീമിൻ്റെ ഒരു ഇത് കൊണ്ടാണ് തോന്നുന്നു. ക്രീം അവിടെ കട്ടയായിട്ടിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്നാലും കുനാഫ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരിക്കൽ കൂടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതെൻ്റെ പാളിപ്പോയി, എന്നാലും അടിപൊളിയാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.